ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് നല്ല ചൂടോടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാളയും ഒരു 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും പൊടികൾ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അത് വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസിൽ ഉരുളൻകിഴങ്ങ് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. അതും പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും ഒക്കെ തന്നെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കൈപിടി നിറയെ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1/4 കപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് നല്ല ഷേപ്പിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോൾ നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ എല്ലാതും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പിലാക്കി എടുക്കുമ്പോൾ ഈ അറ്റ ഭാഗത്തായിട്ട് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ബീട്രൂട്ടോ അങ്ങനെ പീസുകളായിട്ട് നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡൊക്കെ തന്നെ നല്ല കറക്റ്റ് ഷേപ്പിലാക്കി തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദ, വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത്, കുറച്ച് ലൂസ് പോലെയായിട്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട എടുത്താലും മതി. പക്ഷേ ഇത് വെജിറ്റബിൾ ആയതുകൊണ്ട് ഞാൻ മൈദ എടുത്തത്. അപ്പോൾ പ്യുവർ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണിത്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയിലും എടുത്താലും മതി. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് മൈദയുടെ മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു കൈ കൊണ്ട് മൈദയുടെ മിക്സിൽ മുക്കുമ്പോൾ അപ്പുറത്തെ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആകെ കട്ട പിടിച്ച് പോവും. അപ്പോൾ ഞാനിവിടെ എല്ലാതും മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. അതിന് മുന്നായിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പുറത്ത് അധികം നിൽക്കുന്ന ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഓയിലിങ്ങനെ ബ്രെഡ് ക്രംസ് കരിഞ്ഞ് അങ്ങനെ കിടക്കില്ല അധികം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് മുങ്ങി കിടക്കുന്ന അത്രയും ഓയിലില്ലെങ്കിലും ഒരു പകുതിയോളം ഓയിൽ വേണം. എന്നാലാണ് നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗം ഈ വെള്ള കളറായിട്ട് തന്നെ ഇരിക്കും, ചില ഭാഗം മാത്രമേ ബ്രൗൺ കളർ ആവുള്ളൂ. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതിൽ ഉൾഭാഗത്തുള്ളതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുള്ളതാണ്. പുറം ഭാഗം ഒന്ന് ക്രിസ്പിയായി വരേ വേണ്ടൂ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ അധികം എണ്ണ കുടിക്കാതെ കിട്ടും. അപ്പോൾ ഒരു ഭാഗം ഏകദേശം കായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ഭാഗവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് കട്ട്ലേറ്റ് ആണിത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സോസിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.